ഇവന് നമ്മൾ നടത്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും ഈ മാർച്ച് മാസമായിട്ട്. പുള്ളി ഇപ്പം വലിയ സിനിമ കാണണില്ല സാറേ, അപ്പം ബാങ്ക് കാര്യങ്ങൾ മറക്കും. ഇപ്പം ധ്യാൻ ശ്രീനിവാസന്റെ പുറ സിനിമയിൽ അഭിനയിക്കുന്നു, നാട്ടുകാരൊക്കെ പറയുന്നത്. ബാങ്കിന്റെ അവസാനത്തെ ഗഡു വാങ്ങാൻ വരെ അവന് സമയമില്ല. എന്തൊരു സിനിമ നടൻ പയ്യൻ. ആ എന്തുണ്ട് ബിജു, തിരക്കന്നല്ലേ? ഇപ്പൊ ഏതാ പുതിയ പടല്ലോ? വീട് പണിയുടെ മെയിൻ വർക്കെല്ലാം കഴിഞ്ഞില്ലേ? ഇനി വീട് പണിയുടെ അവസാനത്തെ ഗഡു ബാങ്കിൽ നിന്ന് വാങ്ങിക്കോ. സ്റ്റേജ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടോ. സാറേ നമുക്കൊരു സെൽഫി എടുത്താലോ? ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ? ബിജു, ഇവർക്കൊരു സെൽഫി എടുക്കണമല്ലോ. ആ ബിജു, നമുക്ക് ആ മെയിൻ വാർപ്പിന്റെ സ്ലാബ് ഒന്ന് ചെക്ക് ചെയ്യണല്ലോ. ഇതാണോ നിന്റെ മെയിൻ വാർപ്പ്? അത് ക്യാഷ് തേഞ്ഞില്ല സാർ. അപ്പൊ അന്ന് വാങ്ങിയ 10 ലക്ഷോ? അത് പിന്നെ നിങ്ങൾ റീൽസും വീഡിയോ ചെയ്യുന്ന യൂട്യൂബറല്ലേ? അതെ. വണ്ടിക്ക് നാട്ടിനി അത് പെട്രോൾ തീർന്നു പോയി. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ഫിലിമും വീഡിയോ ഒന്നും ചെയ്യില്ലേ? ഒന്നും കാണില്ല. ഷോർട്ട് ഫിലിമും റീൽസെല്ലാം ഇപ്പം മതിയാക്കി. ഇനിയിപ്പം സിനിമ ചെയ്യാനുള്ള പരിപാടിയിലാണ്. 2 മാസം കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങും. അതെയാ? കുറേ ആർട്ടിസ്റ്റെല്ലാം ഉണ്ടാ? മലയാളത്തിലെ പ്രമുഖരായ നടന്മാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. വലിയ ബഡ്ജറ്റ് ഉണ്ടാ? ഫണ്ടിങ് ഒക്കെ ഇങ്ങനെ റെഡിയായി വരുന്നു. ഒരു 10-30 ലക്ഷം കുറവുണ്ട്. ചേട്ടാ കുറച്ച് തിരക്കണ്ടേ? ക്യാഷ് ഇറക്കാൻ പറ്റിയ പാർട്ടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നല്ലൊരു റോൾ കൊടുക്കേണ്ടി വരും. ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയുള്ള ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷെ പാർട്ടിയുടെ കൈമിൽ 10 ലക്ഷം രൂപയില്ല. അത് കുഴപ്പമില്ല. ധ്യാൻ ശ്രീനിവാസന്റെ വലം കൈ പെർഫെക്റ്റ്. നാളെ രാവിലെ എന്നെ ഒന്ന് വിളിച്ചോ. എടാ സുനി, ഞാൻ സിനിമയ്ക്ക് അറിയാം. ധ്യാൻ ശ്രീനിവാസ അടുത്ത ക്യാരക്ടർ. എടാ രാജേഷ, ഞാൻ ഒരു പുതിയ സിനിമയിലേക്കാണ് കേട്ടാ. ഞാൻ വലിയ നടനാവില്ല. ഇനി കർണാടക, മറ്റേ തമിഴ്നാട്, അവിടെ തന്നെ വിളിക്കല്ലേ. എടാ കന്നഡ ഇൻഡസ്ട്രി നമ്മളെ യാഷ്. അടുത്ത റോള് ചിലപ്പോൾ അതിൽ അവൻ്റെ പ്രയോഗിക്കൂ. ഒരു പാൻ ഇന്ത്യ സിനിമയിലേക്കാണ് ഇനി. ഇനി അങ്ങ് വെച്ചടി കയറൂലേ. അടുത്തത് കന്നഡ ഇൻഡസ്ട്രി, തമിഴ്. ഓക്കെ, വൈകുന്നേരം കാണാം കേട്ടാ. ഓക്കെ, കാര്യം വിശദമായി പറയാം.
is either switched off or not reachable at the moment. Please try later. आपके द्वारा डायल किया गया नंबर या अभी स्विच ऑफ है या नेटवर्क क्षेत्र से बाहर है। कृपया कुछ समय बाद कोशिश करें।